ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ വിത്ത് ദർശു. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. രാവിലെ മുതൽ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഗവൺമെൻറ് ജോലി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്ത കുറച്ച് ടിപ്സും എൻ്റെ ഒരു സ്റ്റഡി മെത്തഡും, ഞാൻ ഏതൊക്കെ രീതിയിലാണ് പഠിച്ചത്, എന്തെല്ലാം കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു കുട്ടി വീഡിയോ ആണ്. ഇത് ഉപകാരം ആർക്കെങ്കിലും ആവുന്നെങ്കിലും ആവട്ടെ, എനിക്ക് സന്തോഷമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് PSC എന്താണ്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിക്ക് മുന്നോട്ട് പോകണം, എന്തെല്ലാം ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇതൊന്നും അറിയാതിരിക്കുന്ന PSCയിലേക്ക് ഇനി കാലെടുത്ത് വയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ. PSC സ്റ്റാർട്ട് ചെയ്യണം, ഒരു ഗവൺമെൻറ് ജോലി വേണം എന്ന ആഗ്രഹത്തോടു കൂടി PSCയിലേക്ക് കടന്നു വരുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അവർക്കിത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് 100% ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കേരള PSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ നമുക്ക് ഉദ്യോഗാർത്ഥികളായിട്ട് കയറണമെങ്കിൽ കേരള PSC നടത്തുന്ന പരീക്ഷകൾ നമ്മൾ ക്വാളിഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഗവൺമെൻറ് ജോലി കിട്ടുകയുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു ബിഗിനർ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും. നമ്മൾ PYQ അല്ലേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് തറവായിട്ട് അനലൈസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്തൊക്കെയാണ് PSC ചോദിക്കുന്നത്, എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 2024 ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ എക്സാം മുതൽ പുറകിലേക്ക് ഒരു 2022-21 വരെയുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ തറവായിട്ടൊന്ന് അനലൈസ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇപ്പോൾ കോളേജ് കഴിഞ്ഞിരിക്കുന്നവരാവട്ടെ, സ്കൂൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ പലരും +1 +2 അല്ലെങ്കിൽ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ സൈഡായിട്ട് PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എങ്ങനെയാണ് PSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, എവിടെ നിന്നാണ് ചോദിക്കുന്നത്, അങ്ങനെയുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, PSC നടത്തിയ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആദ്യം അനലൈസ് ചെയ്യണം കേട്ടോ. ചുമ്മാ ഒന്ന് അനലൈസ് ചെയ്യാൻ മാത്രമല്ല കേട്ടോ നമ്മൾ ഇതുവഴി ചെയ്യണത്. നമ്മൾ ഈ PYQ പഠിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് GK ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. ഒന്നാമത്തെ ബെനിഫിറ്റ് അതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഈ 3 ഭാഗത്ത് നിന്നും ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈ 3 ഭാഗവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നിന്ന് ഏകദേശം നമുക്ക് പ്രിലിംസിൽ നമുക്ക് ഇംഗ്ലീഷ് ഇല്ല, അതുപോലെ തന്നെ മലയാളം ഇല്ല, മാത്സ് ആണുള്ളത്. 20 മാർക്കിന് മാത്സ് വരും. ഇനി ഇത് മെയിൻസിലേക്ക് കടക്കുന്ന സമയത്ത് ഇംഗ്ലീഷും മലയാളവും മാത്സും ചേർത്ത് നമുക്ക് 30 മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുക. 30 മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മാർക്കൊന്നും അല്ല കേട്ടോ. ഇതിൽ 28ഉം അതുപോലെ തന്നെ 25ഒക്കെ സ്കോർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഫോക്കസ് ചെയ്യുന്നത് GK എത്രത്തോളം പഠിക്കുന്നതോ അതിന് ഈക്വലായിട്ട് തന്നെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ PYQ പഠിക്കുന്നതിലൂടെ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് കിട്ടും. അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അതൊക്കെ PYQ പഠിക്കുന്നതിൻ്റെ എടുത്തു പറയേണ്ട ഗുണങ്ങളാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് നോക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. സിലബസ് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു രണ്ടാമത്തെ സ്റ്റെപ്പാണിത്. നേരെ പോവുക, നല്ല നമ്മുടെ സിലബസിൻ്റെ ഒരു അടിപൊളി പ്രിൻ്റ് എടുക്കുക. അതിപ്പോൾ നിങ്ങൾ ഏതാണോ പ്രിലിംസിന് വേണ്ടിയിട്ടാണോ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് എടുക്കുക. ഒപ്പം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മെയിൻസിൻ്റെ പ്രിൻ്റ് കൂടി എടുക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അതുപോലെ തന്നെ CPO അല്ലെങ്കിൽ ഏത് എക്സാമിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്, ഏത് പോസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത്, അപ്പോൾ അതിൻ്റെ സിലബസ് അടങ്ങിയിട്ടുള്ളൊരു പ്രിൻ്റ് എടുത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അത് വേണം, അത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. അതെന്തായാലും എല്ലാവരും എടുത്ത് വെക്കണം. പിന്നെ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സിലബസ് അത്യാവശ്യം നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അത് വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിലും എക്സാമിനോടൊക്കെ അടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏതൊക്കെ പോർഷൻസ് കവർ ചെയ്തില്ല. ഇതൊക്കെ നമുക്ക് തന്നെ സ്വയം വിലയിരുത്താൻ പറ്റും. നമുക്ക് സിലബസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ വിലയിരുത്താൻ പറ്റും. പിന്നെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മാർക്ക് വെയിറ്റേജ് നോക്കുക എന്നുള്ളതാണ്. ഈ മാർക്ക് വെയിറ്റേജ് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. നമുക്ക് ചില ഭാഗങ്ങളിൽ നിന്ന് വലിയ ഭാഗങ്ങളായിരിക്കും അവിടെ നിന്ന് കുറച്ച് മാർക്കേ വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഒഴിവാക്കുന്നതല്ലേ. ഒഴിവാക്കുക ഇൻ ദ സെൻസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ആ ഭാഗത്തു നിന്നുള്ള PYQs അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ പഠിച്ചു വയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക്
ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ ചില ഭാഗങ്ങളുണ്ടാവും. അത് ഓരോരോ സബ്ജക്റ്റ് പഠിച്ചിറങ്ങിയ കുട്ടികളുണ്ടാവുമല്ലോ. ഇപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് സയൻസിൻ്റെ ഭാഗങ്ങളൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ ആ ഭാഗങ്ങൾ വൃത്തിയായിട്ട് പഠിക്കാം. ഇപ്പോൾ ചില ആളുകളുണ്ട്, ഇത് എനിക്ക് അറിയുന്ന സബ്ജക്റ്റാണ്, ഇതിന് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ എനിക്ക് കിട്ടിക്കോളും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഒന്ന് ആലോചിക്കാം, നമ്മുടെ കോളേജിലും സ്കൂളിലും ഉള്ള പോലെ ഒരു രീതിയല്ല കേരള PSCൻ്റേത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ ആ ഒരു രീതി നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ ഫോളോ ചെയ്ത രീതി പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണെങ്കിൽ കൂടി വളരെ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ ഞാൻ മാർക്ക് വെയിറ്റേജിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അതിൻ്റെ പ്രാധാന്യം കാണിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ നമ്മുടെ കലാസാഹിത്യം എന്ന് പറയുന്നത്. ഈ ഭാഗം നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നത് 5 മാർക്കാണ്. 5 മാർക്ക് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു ഏരിയ നമ്മൾ പഠിച്ച് കവർ ചെയ്യണം. സത്യം പറഞ്ഞാൽ അത് സമയനഷ്ടം തന്നെയാണ് കേട്ടോ, അല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ കലാസാഹിത്യം എന്ന് പറയുന്നത് വലിയൊരു ഭാഗമാണ്. അത് പഠിച്ചു തീർക്കുക എന്നുള്ളത് അത്രയും ശ്രമകരമായിട്ടുള്ളൊരു ജോലിയാണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ ഒരുപക്ഷെ അത് ഈസി ആയിരിക്കും. അതല്ലാത്തവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഏരിയ ആണത്. ഒരുപാട് പഠിക്കാനുണ്ട്, ബുദ്ധിമുട്ട് എന്നല്ല, വളരെയധികം ഒരുപാട് പഠിക്കാനുണ്ട് അതിനകത്ത്. സമുദ്രം പോലെ കിടക്കണം അതിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് പഠിക്കാൻ 5 മാർക്കിന് അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ബിഗിനറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള പോർഷൻസ് ഉണ്ടാവുമല്ലോ, ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ്. ഇപ്പോൾ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടിയാണെന്ന് പറഞ്ഞാൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് ഒക്കെ വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. ഇനിയിപ്പോൾ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട്, ഹിസ്റ്ററി ഒക്കെ പഠിച്ച ആൾക്കാരൊക്കെ ഹിസ്റ്ററി ഈസി ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ എക്കണോമിക്സിൻ്റെ ആണെങ്കിൽ ആ ഭാഗം ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈസിയുള്ള സബ്ജക്റ്റ് ആദ്യം തുടങ്ങാം. അത് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടും കേട്ടോ. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ വീണ്ടും പഠിക്കുന്നു, നമുക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളിവിടെ യൂസ് ചെയ്യാണ്, വീണ്ടും പഠിക്കുകയാണ്, അങ്ങനെ പഠിച്ചു നോക്കാം. അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം, അതായത് ഈസിയുള്ള പോർഷൻസ് പഠിച്ചു കഴിഞ്ഞ ശേഷം അതിൻ്റെ PYQ ഉണ്ടാവുമല്ലോ. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഒരുപാട് ബോട്ടുകളൊക്കെ അവൈലബിൾ ആണല്ലേ, ടോപ്പിക് വൈസ് ഒരുപാട് ഇഷ്ടംപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടംപോലെ ബോട്ടുകൾ കിട്ടും, ടോപ്പിക് വൈസ് ആയിട്ടുള്ള ബോട്ടുകൾ കിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ പഠിക്കുന്ന രീതി ഒന്ന് മാറ്റി നോക്കണം കേട്ടോ. അതായത് ഒരു ക്വാളിറ്റി ആയിട്ടുള്ള പഠനം അല്ല അവിടെ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി അഥവാ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്നും പഠിക്കാനില്ല, നിങ്ങൾ സക്സസ് ആയിട്ടുള്ള ഒരു വഴിയിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ആ രീതി ഫോളോ ചെയ്യാം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, അടുത്ത് നമ്മൾ കിടക്കുന്നത് ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ നോക്കുക കേട്ടോ. ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ മാക്സിമം നമ്മൾ വീഡിയോ ക്ലാസ്സുകൾ കണ്ടിട്ടോ, അല്ലെങ്കിൽ നോട്ട്സ്, നമുക്ക് മനസ്സിലാവുന്ന നോട്ട്സ്, അതുപോലെ വീഡിയോ ക്ലാസ്സുകൾ കണ്ടിട്ടൊക്കെ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല കാര്യം. നമ്മളൊരു റാങ്ക് ഫയൽ നോക്കി വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ മാക്സിമം ടഫായിട്ടുള്ള പോർഷൻസ് പഠിക്കുമ്പോൾ ആരുടെയെങ്കിലും ക്ലാസ്സുകൾ കാണാം, അങ്ങനെ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്നതിന് മുന്നേ ഒരു തീരുമാനം എടുക്കണം. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി പഠിത്തത്തിന് മാത്രമായിരിക്കണം. ഇതിൻ്റെ ഇടയിലൂടെ വീട്ടിലൊരുപാട് ഫങ്ഷൻസും വരും, അല്ലെങ്കിൽ നമുക്ക് കറങ്ങാൻ പോകേണ്ടത്, ഫ്രണ്ട്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കണം. കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, മാക്സിമം പറ്റാവുന്നത്രയും ഒഴിവാക്കണം. നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ പഠിത്തത്തിലേക്ക് മാത്രം കൊടുക്കുക, നമ്മളുടെ പ്രയോറിറ്റി പഠിത്തത്തിന് മാത്രം കൊടുക്കുക. നമുക്ക് വേണ്ടത് ജോലിയാണ്. അതിനുശേഷം നമുക്ക് എത്ര വേണമെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോവാം, നമുക്ക് എത്ര നല്ല ഫങ്ഷൻസ് അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകാം, അതൊക്കെ രണ്ടാമത് വരുന്ന കാര്യമാണ്. പിന്നെ ഈ ടഫ് പോർഷൻസ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ടഫ് പോർഷൻസ് ഒറ്റ ദിവസം കൊണ്ട് നമ്മളൊരു 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വട്ടായിപ്പോവും, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഒരു കുഞ്ഞു പോർഷൻ എടുക്കുക, അത് നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു ദിവസം വീണ്ടും ആ പോർഷൻ ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളൊരു 2 മണിക്കൂർ സമയം എടുത്ത് പഠിച്ചൊരു പോർഷൻ അടുത്ത ദിവസം നമുക്കത് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാക്സിമം ഒരു അരമണിക്കൂർ മതി. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ പഠിക്കുക. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, നമുക്ക് ചില കാര്യങ്ങൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും മനസ്സിലാവില്ല. എത്ര പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ സമയത്ത് മനസ്സിലാവും, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ അത് വീണ്ടും മറന്നു പോയിട്ടുണ്ടാവും. അതുപോലെ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് നോട്ടുകളാക്കിയിട്ട് എഴുതി വയ്ക്കുക. അത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ നോട്ടുകൾ, നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ, തീർത്തും കിട്ടാത്ത കാര്യങ്ങൾ വേണം കേട്ടോ അങ്ങനെ എഴുതി വയ്ക്കാൻ. എല്ലാ കാര്യങ്ങളും എഴുതി വയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നോട്ട്സിൻ്റെ ഒരു കൂമ്പാരം ഉണ്ടാവും. അത് ചെയ്യരുത്. അത്രയും തീർത്തും കിട്ടാത്ത എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് ഒരിക്കലും കിട്ടുന്നില്ല അല്ലെങ്കിൽ എത്ര പഠിച്ചിട്ടും അത് മനസ്സിലാവുന്നില്ല എന്ന് അങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഷോർട്ട് നോട്ട്സ് ആക്കിയിട്ട് എഴുതി വയ്ക്കണം.
പിന്നെ ഒരു കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോർണിംഗ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് സ്കെഡ്യൂൾ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ആ ദിവസം നമ്മൾ എന്തൊക്കെ പോർഷൻസ് കവർ ചെയ്യണം എന്നൊക്കെ നോക്കി വെക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. നമ്മൾ പഠിച്ച് കഴിഞ്ഞ ഭാഗങ്ങൾ അന്ന് വൈകുന്നേരം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ പഠിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ടിക്ക് ഇട്ട് വെക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര പഠിച്ചു, നമ്മൾ എത്ര ടൈം വിനിയോഗിച്ചു, ഇനി നമുക്ക് എത്ര പഠിക്കാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ രാത്രിയാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, നാളത്തേക്ക് പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്താ പറയാനുള്ളത്, പിന്നെ നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ ഷോർട്ട് നോട്ട്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് വായിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ തന്നെ ഏകദേശം ഒരു 3-4 മാസം കൊണ്ട് നമുക്ക് നല്ലൊരു ബേസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു ബേസ് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു ബേസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോപ്പിക് വൈസായിട്ട് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ PSCക്ക് ആവശ്യം ഒരു ഡീപ്പ് സ്റ്റഡി, അതായത് നല്ല ആഴത്തിലുള്ള അറിവുള്ള ഉദ്യോഗാർത്ഥികളെയാണ് PSCക്ക് ആവശ്യം. പണ്ടത്തെ പോലെ ഒരു ചോദ്യം അതിനൊരു ഉത്തരം അത് ഇന്ന് ആവശ്യമില്ല. ഏതൊരു വിഷയത്തിലാണെങ്കിലും നല്ല ആഴത്തിലുള്ള അറിവ് വേണം ഇപ്പോൾ PSCക്ക്. അങ്ങനെ അറിവുള്ള ഉദ്യോഗാർത്ഥികളെ മതി PSCക്ക്. അപ്പം നമ്മൾ PSC എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ലെവലിലേക്ക് നമ്മൾ ഉയരണം കേട്ടോ. സബ്ജക്റ്റുകൾ പതുക്കെ ഡീപ്പായിട്ട് പഠിക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം സോഴ്സ് കണ്ടെത്തി പഠിക്കുക കേട്ടോ. ഇപ്പോഴത്തെ നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, PSCയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്ന SCERT NCERT പോലുള്ള ബുക്സ് എന്നാണ് വരുന്നത്. അപ്പോൾ അത്തരം ബുക്സുകൾ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ റാങ്ക് ഫയലും നമ്മൾ നോക്കുക കേട്ടോ. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മാക്സിമം പോയിന്റ്സ് കളക്ട് ചെയ്ത് വെക്കുക, അതിന് നോട്ടാക്കി വെക്കാം. നമുക്ക് പല ബുക്കിൽ ഇപ്പോൾ ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ പല ബുക്ക് എല്ലാ സമയത്തും പഠിക്കാൻ, എല്ലാ സമയത്തും അതെടുത്ത് ഓരോരോ ബുക്ക് എടുത്ത് ഓടി വന്ന് നോക്കുക, വീണ്ടും അത് മടക്കിയെടുത്ത് അവിടെ കൊണ്ടുവയ്ക്കുക, അത് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, എല്ലാവർക്കും കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടോപ്പിക്കുകൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു നോട്ടിലേക്ക് എഴുതി വയ്ക്കുക. നോട്ട് എഴുതുന്ന ഒരിക്കലും ഒരു നഷ്ടമാവില്ല കേട്ടോ. അതൊരിക്കലും ഒരു വേസ്റ്റ് ആയിട്ടുള്ള പരിപാടിയല്ല. നമുക്ക് ഉറപ്പായിട്ടും എക്സാമിൻ്റെയൊക്കെ ആ ഒരു ടൈം അടുക്കാറാകുമ്പോൾ 1-2 മാസം മുന്നൊക്കെ നമുക്ക് ഈ നോട്ട് പഠിക്കാന്ന് പറഞ്ഞാൽ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അത് എഴുതി നിങ്ങൾക്കത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും അതായത് ഹോട്ട് ടോപ്പിക്സിൻ്റെ നോട്ടൊക്കെ മാറ്റി എഴുതി വെച്ച് എക്സാം ടൈമിൽ അതൊന്ന് റിവിഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു അനുഭൂതിയാണ് കേട്ടോ. അത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെത് അറിയില്ല. അത് അത്രയും ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമാണ്. പിന്നെ പറയാനുള്ള ഞാനിപ്പോൾ പറഞ്ഞൊരു വാക്ക് പോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ്. PSCക്ക് കുറേ ഹോട്ട് ടോപ്പിക്സ് ഉണ്ട്, വളരെ PSCക്ക് ഇഷ്ടപ്പെട്ട ഏരിയാസ് ഉണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് പഠിക്കാൻ ശ്രമിക്കണം. അത് പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുവിധം അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാ എക്സാമിലൊന്നും ഞാൻ പറയില്ല കേട്ടോ. ചില എക്സാമുകളൊക്കെ അങ്ങനെ എക്സെപ്ഷൻ കേസിൽ വരാറുണ്ട്. അധികം PYQs ഒന്നും ഇല്ലാതെ വളരെ ടഫായിട്ട് ചില എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ വാക്കൻസി, അതൊക്കെ നോക്കിയിട്ടാണ് അങ്ങനെ ചില എക്സാംസ് അങ്ങനെ ടഫായി പോകാറുണ്ട് കേട്ടോ. അതല്ലാത്ത പല എക്സാംസിനും ഹോട്ട് ടോപ്പിക്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന എക്സാംസ് തന്നെയാണ് കൂടുതലായിട്ടും ഉള്ളത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതായത് നമുക്കൊരു ബേസ് ഒക്കെ കിട്ടി, നമ്മൾ ഡീപ്പായിട്ട് സബ്ജക്റ്റൊക്കെ ഡീപ്പായിട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് കേട്ടോ. മോക്ക് ടെസ്റ്റ് ചെയ്ത് തുടങ്ങണം. ഞങ്ങൾ ആദ്യമേ പോയിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സ് കൈവിട്ടു പോകും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് നന്നായിട്ട് കുറവായിരിക്കും. ഒരു തുടക്കക്കാരനെ അല്ലെങ്കിൽ തുടക്കക്കാരിയെ സംബന്ധിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയണത്. അല്ലാത്തവർക്ക് പ്രശ്നമില്ല. നമ്മൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്ക് ചിലപ്പോൾ നന്നായി കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ കോൺഫിഡൻസ് ലെവലിൽ ഒന്ന് താഴ്ത്താനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. മോക്ക് ടെസ്റ്റും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതിൻ്റെ ഗുണമൊക്കെ അറിയണമെങ്കിൽ നമ്മൾ അത് അത്രയും ചെയ്ത് എക്സാം ഹാളിൽ പോയി ഇരിക്കുമ്പോഴാണ് നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്തതിൻ്റെയൊക്കെ ഗുണം എന്താണെന്നുള്ളത് മനസ്സിലാവുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് PSCയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PSC ലേറ്റസ്റ്റ് ആയിട്ട് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. ആ ഭാഗങ്ങൾ മാക്സിമം തറവാക്കി പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ എല്ലാവരും. കാരണം എന്താ വെച്ചാൽ തൊട്ടടുത്ത എക്സാമിന് അതേ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ മുൻകാല പരീക്ഷകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കംപ്ലീറ്റ് ആയിട്ടും ആ ടോപ്പിക്കിൽ നിന്ന് മാത്രമേ വരൂ എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതൊന്ന് വരാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് എല്ലാവർക്കും വർക്കൗട്ട് ആവുമോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് 100% വർക്കൗട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ കമ്പൈൻ സ്റ്റഡി.
നമ്മുടെ ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും അത് വർക്കൗട്ടാവുമെന്ന് ഞാൻ പറയില്ല. ചില ആളുകൾക്ക് തനിച്ചിരുന്ന് പഠിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ഒരു ബിഗിനറിനൊക്കെ ആണെങ്കിൽ കമ്പൈൻ സ്റ്റഡി ആയിരിക്കും ഏറ്റവും നല്ലത്. കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ഇരുന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഏതെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, എവിടെ സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കണം, ഏതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ കാര്യങ്ങളെല്ലാം നമ്മളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടോ. അത് നമുക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പൈൻ സ്റ്റഡി ഗ്യാങ്ങോ അല്ലെങ്കിൽ കൂടെ പഠിക്കാൻ ആരെങ്കിലും ഒരാളും കിട്ടുമോ എന്നുള്ളത് ശ്രദ്ധിക്കുക. കഥ പറഞ്ഞിരിക്കരുത് കേട്ടോ. കഥ പറഞ്ഞു തമാശ പറഞ്ഞു അങ്ങനെയൊന്നും ഇരിക്കരുത്. നമ്മുടെ ഉദ്ദേശം പഠിക്കുക, ഒരു ജോലി വാങ്ങിക്കുക എന്നുള്ളതാണ്. അത് വിട്ട് മാറിപ്പോരുത്, വിഷയത്തിൽ നിന്ന് തെന്നി മാറരുത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ കമ്പൈൻ സ്റ്റഡി ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പോകുന്നത് സക്സസ് ആയിട്ടുള്ള ഒരു റൂട്ടിലേക്കാണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. അത് പി എസ് സി പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരാൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ പഠനത്തിൽ മുടക്കം വരുത്താതെ, ബ്രേക്കൊന്നും എടുക്കാതെ കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊന്നുമില്ലെങ്കിലും അതാണ് ഏറ്റവും ആദ്യം വേണ്ട കാര്യം. ആ കാര്യം ഉറപ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറ്റുന്നവർ ഫോളോ ചെയ്യാൻ നോക്കുക. ഉറപ്പായിട്ടും അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. പറ്റുന്നവരെല്ലാവരും ഇത് ഫോളോ ചെയ്യാം കേട്ടോ. ഓക്കെ ദെൻ ബൈ.